ഒരു RGB ലൈറ്റിംഗ് ഇല്ലാതെ നമ്മുടെ ഡെസ്ക്ടോപ്പ് സെറ്റപ്പ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. എൻ്റെ ഈ ഡെസ്ക്ടോപ്പ് സെറ്റപ്പിൽ RGB ലൈറ്റിംഗ് ഞാൻ സ്വന്തമായിട്ട് സെറ്റപ്പ് ചെയ്തത്. ഇതൊരു ESP32 പിന്നെ ഒരു LED സ്ട്രിപ്പും പിന്നെ അത് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു LED ചാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ LED ചാനൽ ടേബിളിൻ്റെ ബാക്കിൽ ഡബിൾ സെറ്റപ്പ് വെച്ചായിരുന്നു ഒട്ടിച്ച്. അത് ഇടയ്ക്ക് പൊളിഞ്ഞു പോകായിരുന്നു. പിന്നെ ഒരു മോണിറ്റർ മൗണ്ട് വാങ്ങിയപ്പം LED സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ സ്പീക്കറിൻ്റെ വയറും മോണിറ്ററിൻ്റെ വയറൊക്കെ കിടക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഷേഡോസ് ഇങ്ങനെ കാണാം. അപ്പോൾ ആ ഷേഡോസ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാനിത് ഇത്തിരി ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഒരു മാഗ്നറ്റ്സ് യൂസ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഊരാനും പിന്നെ തിരിച്ച് ഇതേപോലെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കാനും വേണ്ടിയുള്ള രീതിയിലേക്ക് ഒരു ഉടായ്പ സെറ്റപ്പായിരുന്നു ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണാൻ ഒരു 3D പ്രിൻ്റർ വാങ്ങി അതിൻ്റെ സെറ്റപ്പൊക്കെ ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടു. ഇനിയിപ്പോൾ ആ 3D പ്രിൻ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഉടായ്പ സെറ്റപ്പിനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അത്യാവശ്യം ഡീസൻ്റായ ഒരു സെറ്റപ്പിലേക്ക് മാറ്റാൻ നോക്കാം. എൻ്റെ അടുത്തുള്ള LED ചാനൽ ആയതുകൊണ്ട് ജസ്റ്റ് അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്ലാമ്പാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ 3D മോഡൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സും സാധനങ്ങളൊക്കെ ഞാൻ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്യൂഷൻ 360 ആണ് ഇത് മോഡൽ യൂസ് ചെയ്യുന്നത്. പേഴ്സണൽ യൂസിന് ഫ്രീ ആണ്, പക്ഷേ ലിമിറ്റേഷൻസ് ഉണ്ട് പേഴ്സണൽ യൂസിനും. പിന്നെ ഫ്രീ കാർഡ് ഉണ്ട്. ഫ്രീ കാർഡ് ആണെങ്കിൽ നമുക്ക് ഒരു ലിമിറ്റേഷൻസും ഇല്ല, പക്ഷെ അത് കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണും. എനിക്ക് കുറച്ച് യൂസ് ചെയ്തപ്പം കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് ഫ്യൂഷൻ 360 ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ ഡിസൈൻ ചെയ്തെടുക്കാൻ ഫ്യൂഷൻ 360 ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ശ്രമത്തിന് ശേഷം ഞാൻ ഈ ഒരു ഡിസൈനാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഈ മോഡൽ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഫ്യൂഷൻ 360 പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പം വീഡിയോ നല്ല ലെങ്ത്തിൽ പോകും. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഫൈനൽ മോഡലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മോഡലിനി നമുക്ക് 3D പ്രിൻ്റ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫ്യൂഷൻ 360ൽ നമുക്ക് ഫയൽസ് പോയാൽ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ നമുക്ക് ഒന്നെങ്കിൽ 3MF എന്ന് പറഞ്ഞ ഫയൽ ഫോർമാറ്റിലോ അല്ലെ STL ഫയൽ ഫോർമാറ്റിലേക്ക് ഇത് നമുക്ക് നമ്മുടെ മോഡൽ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ രണ്ടും ഫോർമാറ്റ്സ് ആണ് നമ്മൾ 3D പ്രിൻറ്റിങ്ങിന് മോഡൽ സേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ സേവ് ചെയ്ത മോഡൽ 3D പ്രിൻ്ററിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ G കോഡ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ G കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈസർ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാംബു ലാബ്സിന് അതിൻ്റെ ബാംബു ലാബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം വേറെ ഡിഫറെൻറ്റ് 3D പ്രിൻറ്റേഴ്സാണ്, അതിൻ്റെതായ സ്ലൈസർ സോഫ്റ്റ്വെയർസ് കാണും. അപ്പോൾ ഈ G കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രിൻറ്റേഴ്സിന് ഉള്ള ഇൻസ്ട്രക്ഷൻസാണ്. അപ്പോൾ അതെങ്ങനെ ഓരോ ഹെഡ് എങ്ങനെ മൂവ് ചെയ്യണം, അതായത് ബേസ് പ്ലേറ്റും ഹെഡും ഈ മോട്ടോഴ്സൊക്കെ ഏതൊക്കെ സമയത്ത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ G കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ സ്ലൈസർ സോഫ്റ്റ്വെയർ അത് മൊത്തം നോക്കിയിട്ട് ഇതെങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഒരു പ്രിൻ്ററിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു G കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അതിന് നമ്മൾ ആദ്യം ബാംബു ലാബ് സ്റ്റുഡിയോയിലേക്ക് എൻ്റെ മോഡൽ ഇപ്പോൾ ലോഡ് ചെയ്ത്, അപ്പോൾ ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിലമെൻ്റ് ഒക്കെ സെലക്ട് ചെയ്യണം. നമ്മൾ ടൈപ്പ് ഓഫ് ഫിലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് പല PLA, ABS, TPU എന്നൊക്കെ പറഞ്ഞ പല ഫിലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫിലമെൻറ്റ്സിനൊക്കെ ഡിഫറെൻറ്റ് സെറ്റിങ്സ് ആണ്. അതിൻ്റെ ടെമ്പറേച്ചറും മെൽറ്റിംഗ് ടെമ്പറേച്ചറും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഏത് ഫിലമെൻ്റ് ആണെന്ന് പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതുള്ളത് മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സ്ലൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ഇപ്പോൾ സ്ലൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ G കോഡ് ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സിമുലേഷനും കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രിൻ്റർ എങ്ങനെയൊക്കെ അതിൻ്റെ പ്രിൻ്റർ ഹെഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അത് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അതിൽ ഒരു സിമുലേഷൻ കാണാൻ പറ്റും. ഇപ്പം നമ്മളതിപ്പം നമ്മുടെ സെറ്റിങ്സും ഇതൊക്കെ വെച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് കൊടുക്കാം. അപ്പം പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രിൻ്ററിലേക്ക് G കോഡ് ഇത് സെൻഡ് ചെയ്യും. എൻ്റെ പ്രിൻ്ററിനാകെ ലാൻഡ് കണക്ഷൻസും അങ്ങനെയൊന്നുമില്ല, സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്ന ത്രൂ വൈഫൈ ആണ്. അപ്പം ഇതിൽ പ്രിൻ്റ് കൊടുക്കുമ്പോൾ ആദ്യം ഈ G കോഡ് ആദ്യം ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യും. പിന്നെ പ്രിൻ്റർ അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആണ് പിന്നെ പ്രിൻ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകൾ ചെയ്യുന്നത്. ഈ പ്രിൻ്റ് കൊടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ മോഡൽ എങ്ങനെ ബെഡിൽ പ്ലേസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മളെ മോഡലിൽ ചിലപ്പം ഹൊറിസോണ്ടലി ഹാങ്ങിങ് ആയിട്ടുള്ള പീസുകൾ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ഇല്ലാണ്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. അത് യൂഷ്വലി ആ ഒരു ഭാഗം വരുമ്പോൾ 3D പ്രിൻ്റർ എയറിലായിരിക്കും ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം സപ്പോർട്ട്സ് ഇല്ലെങ്കിൽ ആ പ്രിൻ്റ് ഫെയിലാവും. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മോഡൽ എങ്ങനെ പ്ലേസ് ചെയ്യുന്നുള്ളത്. യൂഷ്വലി നമ്മൾ സ്ലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്ലൈസിങ് സോഫ്റ്റ്വെയർ ഇത് നോട്ടിഫിക്കേഷൻ കാണിക്കും ഇങ്ങനെയൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട്സ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പ്രിൻ്ററിന് ഇപ്പോഴത്തെ സ്ലൈസേഴ്സ് തന്നെ ഒരു സപ്പോർട്ട്സ് ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ മോഡലിൻ്റെ കൂടെ തന്നെ അത് നമുക്ക് ഊരിയെടുക്കാവുന്ന ടൈപ്പിൽ ഒരു സപ്പോർട്ട് കൂടി അത് പ്രിൻ്റ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മളെ പ്രിൻ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ഫൈനലായി കിട്ടിയ സാധനം. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാൻ നോക്കാം. 3Mൻ്റെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ടേബിളിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഫിക്സ് ചെയ്തിട്ടില്ല നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. എൻ്റെ വയറിംഗ് സെറ്റപ്പ് കണ്ടിട്ടൊന്നും ആരും പേടിക്കണ്ട, അത് നമുക്ക് വഴിയെ നന്നാക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.